ഹലോ. നമ്മുടെ സെറക്കുട്ടി ഇന്നലെ ഫുൾ ടൈം ടി വിയിലിരിക്കുന്നത് ഞാൻ വാച്ച് ചെയ്തു. ഇന്നലെ സാറ്റർഡേ ആയതുകൊണ്ട് ആൾ നല്ല സുഖത്തിനിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇവ ഉണ്ടായിരുന്നില്ല, ഇവയ്ക്ക് എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈവനിങ് ആയപ്പോൾ ടി വിയുടെ റിമോട്ടെല്ലാം വാങ്ങിച്ച് കയ്യിൽ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, വാവേ നമുക്ക് ഉമ്മക്ക് ഏറ്റവും അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ? എനിക്കറിയാം ഡ്രോയിങ് ആണെന്ന്, എന്നാലും വെറുതെ ചോദിച്ചതാണ്. കാരണം പെട്ടെന്ന് ടി വി വാങ്ങിച്ചപ്പോൾ ആൾക്ക് എന്തോ ഫേസൊക്കെ വല്ലാണ്ടായി. എന്നുവെച്ചാൽ ആൾ ഒബ്ജക്ഷൻ പറയുന്നില്ല, എനിക്ക് റിമോട്ട് അപ്പം തന്നെ തന്നു. എങ്കിൽ നമുക്കറിയാമല്ലോ കുട്ടികളുടെ ഫേസും കാര്യങ്ങളും കാണുമ്പം. അപ്പം ഞാനപ്പം തന്നെ പറഞ്ഞു, മമ്മ എനിക്ക് ഡ്രോ ചെയ്യണമെന്നുണ്ട്, പക്ഷേ എനിക്ക് കമ്പനി ഇല്ല, ആരും ഇവ വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വരാമല്ലോ, നമുക്ക് ഒരുമിച്ചിരുന്ന് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. എങ്കിൽ മമ്മിയും ചെയ്യും. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ, മമ്മിക്ക് സർക്കിൾ പോലും വരയ്ക്കാൻ അറിയത്തില്ല എന്ന് മോൾക്ക് അറിയത്തില്ലേ, മോള് ചെയ്യും, മമ്മി കാണട്ടെ, മമ്മി മോള് ഡ്രോ ചെയ്യണതൊക്കെ ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഡ്രോയിങ് ആൾക്ക്. അത് വേറെ ഒന്നല്ല, ഇവൾക്ക് ഒരു 2-2.5 വയസ്സായപ്പോഴാണ് ഈ കോവിഡ് വന്ന് നമ്മളൊക്കെ ലോക്ക്ഡൗൺ ആയല്ലോ. അന്നേരം ഇപ്പം ഇവയ്ക്കും ഏകദേശം ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പം ഇവയ്ക്ക് പഠിക്കാനുള്ളതൊക്കെ ഡ്രോ ചെയ്യും. ഇങ്ങനത്തെ ഡ്രോയിങ് ആക്ടിവിറ്റിക്കൊന്നും അവൾക്ക് സമയമില്ല എന്ന് വേണം പറയാൻ. അതിലും ഉപരി ഷോർട്സിലൊക്കെ എല്ലാ അഡിക്ഷനും കാര്യങ്ങളൊക്കെ വന്നപ്പം ഇതിൽ നിന്നൊക്കെ അങ്ങ് വിട്ടു. പക്ഷെ ആ സമയത്ത് ഇവ ഡ്രോ ചെയ്യുമ്പം ഇവ ഡ്രോ ചെയ്യണ നോക്കി ഇരുന്നിരുന്ന് ആൾക്കും ഒരു താല്പര്യവും കാര്യങ്ങളൊക്കെ ഈ ഡ്രോയിങ്ങിനോട് വന്നു. അങ്ങനെ പെൻസിൽ ഹോൾഡ് ചെയ്യാനൊക്കെയാണെന്ന് തോന്നുന്നു അവൾ നല്ല രീതിയിൽ ഇവൾ പഠിച്ചു. ചെറുതിലോട്ട് വെക്കുക അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ സംസാരം തുടങ്ങിയത് ഇത്തിരി ലേറ്റായിട്ടായിരുന്നു ആൾ. കാരണം ഇത്തിരി ടാബ് അഡിക്ഷനും കാര്യങ്ങളൊക്കെ ആൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. ഇപ്പം ഞാൻ കൊടുക്കത്തില്ല, അതിന് പകരം ഒന്ന് ടി വി കാണുന്നത്. എന്നാലും ഞാനിത്തിരി ഇപ്പം ശ്രദ്ധിക്കുന്നുണ്ട് അതിൻ്റെ കാര്യം. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നല്ലോ, അപ്പോൾ പിന്നെ നമുക്കും കുറച്ച് ആശ്വാസമുണ്ട്. സ്കൂളിൽ പോയാൽ പിന്നെ അവിടെ കുട്ടികളൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്തിട്ട് ടി വിനോടുള്ള അഡിക്ഷനൊക്കെ ഇത്തിരി കുറഞ്ഞോളുമല്ലോ. അങ്ങനെ ഞാൻ സെക്കൻഡ് മോസ്റ്റ് ഇഷ്ടപ്പെട്ട കാര്യമാണ് ആളുടെ ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആൾ ഇന്നലെ വരച്ച ഡ്രോയിങ്സ് ആണ് കേട്ടോ ഇത് വന്നിട്ട് ഒരു കാർട്ടൂൺ കഥാപാത്രമാണെന്നാണ് പറയണത്. കുഞ്ഞുങ്ങൾക്ക് അറിയാൻ പറ്റും, എന്തോ ജാക്കും ജാക്കുലിനെയാണ് അവൾ വരയ്ക്കുന്നത്. അപ്പോൾ ജാക്കിനെ വരച്ച് കഴിഞ്ഞു, ഇപ്പോൾ ജാക്കുലിനെയാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, മമ്മി ഞാൻ നല്ല ഭംഗിയായിട്ട് വരയ്ക്കാം, കാരണം മമ്മി വീഡിയോ എടുക്കാൻ പോവല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ മമ്മി കുറച്ചേച്ച് ഇടത്തുള്ളൂ, അത് പറ്റത്തില്ല, മമ്മി കംപ്ലീറ്റ് ഇടണം എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ എന്തായാലും വരയ്ക്ക്. പിന്നെ വരയ്ക്കുമ്പോൾ ആൾക്കൊരു പ്രശ്നമുണ്ട്, ആളുടെ അടുത്ത് നമ്മൾ ഇരുന്നിട്ട് ആളെ ഇങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്യണം. പക്ഷേ നമുക്ക് സമയമില്ലാത്തപ്പോൾ ഞാൻ പറയും, വരച്ചിട്ട് കൊണ്ട് മമ്മീനെ കാണിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ, ചക്കരമൂത്ത് നന്നായിട്ട് വരച്ചല്ലോടാ കണ്ണാന്നൊക്കെ പറയണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇതാണ് അതിൻ്റെ ഫൈനലായിട്ടുള്ള രൂപം. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവൾക്ക് സന്തോഷം കേട്ടോ, അവിടെ കൂടെ നമ്മൾ ഇരുന്നല്ലോ, ഇത് നോക്കി ഇതിന് നമ്മൾ അവൾക്ക് സമയം കണ്ടെത്തിയല്ലോ, അപ്പോൾ അത് അവൾക്ക് ഭയങ്കര സന്തോഷമായി. അത്രയൊക്കെ ഉള്ളൂ. ബൈ.